ചോദിച്ചു, ധൈര്യമിട്ടോ ഇത് തെളിയിക്കാൻ ചോദിച്ചു. ഞാൻ പക്ഷേ ഇവിടെ എന്നിട്ട് ഞാൻ തെളിയിക്കുന്നത് കേൾക്കണമായിരുന്നു, എന്നിട്ട് അതിന് മറുപടി പറയണമായിരുന്നു. ആദ്യം ഞാൻ തുടങ്ങി, നിങ്ങൾ ശരിയായില്ല, അല്ലാതെ വേറൊന്നുമില്ലായിരുന്നു. നിങ്ങൾ വാദപ്രതിവാദന വ്യവസ്ഥയായപ്പോ ഇങ്ങനെ ഉണ്ടോ? ഞങ്ങളെ സമ്മതം ഞാൻ നിങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ ഇനിയും തുടങ്ങും. അതെന്നെ പറഞ്ഞത്. ആദ്യം തുടങ്ങിയ ഞാനാ, നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ വെല്ലുവിളിച്ചു, ഞാൻ തുടങ്ങി. സുഹൃത്തെ ഒരു മിനിറ്റ്. പിന്നെ എന്ത് കുറെ കാലായി വെറുതെ നിങ്ങളാണ് തുടങ്ങുന്നത്. പ്രസംഗം എഴുന്നേറ്റ് നിന്ന് പ്രസംഗം നിങ്ങൾ അങ്ങോട്ട് തുടങ്ങി. എന്നെ വെല്ലുവിളിച്ചു, ഞാൻ തുടങ്ങി. തീരുമാനമാകുന്നതിന് മുമ്പായിട്ട് വിഷയം വിളിക്കുമ്പോ ആലോചിക്കണം, വിളിക്കുമ്പോ ആലോചിക്കണം. ഹനീഫ് മൗലവി ആവർത്തിക്കുകയാണ്, മാന്യമായിട്ട് സംസാരിക്കാമല്ലോ. ഞാൻ ആദ്യം വെല്ലുവിളിച്ചത് ഈ ഒന്നാമത് ഞങ്ങൾ പറഞ്ഞ വാദം, ആ വാദം തെളിയിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വെല്ലുവിളിച്ചത്. ആ വാദമാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. ഞാൻ ഒന്നാമത് എഴുതിയത് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ തുടങ്ങി. തുടങ്ങി ഒരു മിനിറ്റ്. ആ നിലയിൽ നിങ്ങൾ തുടങ്ങിയല്ലോ, അപ്പൊ നിങ്ങൾ ലംഘിച്ചില്ലേ? നമ്മൾ അതിനാണ് എഴുന്നേറ്റത്. നിങ്ങളാണ് ലംഘിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ എന്താണ് ഇവിടെ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നോ മൂപ്പര് തുടങ്ങാൻ വേണ്ടി ഇവിടുന്ന്? ഞാൻ പറഞ്ഞു ഞാനല്ലേ പറയുന്നത്, നിങ്ങളാണോ പറയേണ്ടത്? ഞാൻ കഴിഞ്ഞത് ഞാനല്ലേ പറയേണ്ടത്. ഞാൻ കഴിഞ്ഞോ ഇല്ലേ എന്ന് ഞാനല്ലേ പറയേണ്ടത്, ഹനീഫ് മൗലവി അല്ലല്ലോ. തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ വിഷയത്തെ പറ്റി ഞാൻ സംസാരിച്ചതും വെല്ലുവിളിച്ചതും പറഞ്ഞു കഴിഞ്ഞോ എന്ന് ഞാനാണ് പറയേണ്ടത്, ഹനീഫ് മൗലവിയെ കൂടെയുള്ളവരല്ല പറയേണ്ടത്. അതിനു മുമ്പ് ഹനീഫ് മൗലവി എന്നിട്ട് പറഞ്ഞത് തീരെ യോജിക്കാൻ പറ്റാത്ത സമീപനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് ഹനീഫ് മൗലവി ഈ വിഷയത്തിൽ തുടരാൻ പറ്റുമെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ആദർശ പരാജയം പൂർണ്ണമായി ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെടും വിധാണ് ഇത് നീങ്ങുന്നത്. നിങ്ങൾക്ക് ബോധ്യം വരില്ലേ? ഉറപ്പാണോ? അപ്പൊ ഈ വാദം നിങ്ങൾക്കില്ലേ? ഈ മേലെ പറഞ്ഞ വാദം നിങ്ങൾക്ക് എതിരാവൂലേ? ഒരു മിനിറ്റ് ആ ചോദിച്ചവരോട് പൂർത്തിയാക്കട്ടെ. ഇവിടുത്തെ പ്രവർത്തകർ എന്നുള്ളതിൽ ചോദിച്ചവരോട് പൂർത്തിയാക്കട്ടെ. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ആളുകൾ നിങ്ങളെ കൂടെ വന്നവർ ചോദിച്ചതിനാണ് ഞാൻ അവരോട് മറുപടി പറയുന്നത്. അത് പൂർത്തിയായതിനു ശേഷം ത്വാഹാബായി അതിനുശേഷം നിങ്ങൾക്ക് പറയാം. ഇത് നിങ്ങൾക്കെതിരാവുന്ന വാദമല്ലേ? ഒരു മിനിറ്റ്, ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളതിൽ ഇടപെട്ടല്ലോ, മുജാഹിദ് പ്രവർത്തകർ എന്നുള്ളതിൽ നിങ്ങൾക്കെതിരാവുന്ന വാദമല്ലേ ഇത്? ഞങ്ങൾ ആദ്യം ഒരു മിനിറ്റ്, അവരിടപെട്ടുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്. പറയട്ടെ, മുജാഹിദ് പ്രവർത്തകർ. അപ്പൊ നിങ്ങൾ ഇതുവരെ കേട്ടില്ലേ ഞങ്ങൾ ആദ്യം പറഞ്ഞ് എങ്ങനെ സഹായം കിട്ടുക എന്ന് പറഞ്ഞ് നേരത്തെ ഇവിടുന്ന് വായിച്ചില്ലേ ഒരു വാദം? അത് നിങ്ങൾക്കെതിരാവോ ഇല്ലേ? 2 മിനിറ്റ് തുടങ്ങാണ്. അപ്പൊ അതിന് മറുപടി പറയട്ടെ, അവര് പറയട്ടെ. ഒരു മിനിറ്റ്, ഹനീഫ് മൗലവി ഓക്കെ റെഡി, അതിന് മറുപടി അവര് പറയട്ടെ. അവരാണ് തുടങ്ങിയത്, അവരാണ് ഇടയിൽ ചോദിച്ചത്. ആ നിലയിൽ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മറുപടി പറയൂ. ആ സമയത്ത് എടുക്കൂല, ഞാൻ സംസാരിക്കൂല. അവരൊന്ന് മറുപടി പറയട്ടെ. ആര് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ അത് ഇവിടെ നിന്ന് ആര് സംസാരിക്കണം എന്നുള്ളതും കൂടി ഇടപെട്ടുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ ഈ പറയുന്നത് ന്യായമില്ല. കാരണം അവരാണ് ഇടയിൽ ഇടപെട്ട് സംസാരിച്ചത്. ഇവിടെ ആളുകളുണ്ട്, അവരിടപെട്ട് ആരും പറഞ്ഞില്ല, അവര് പറഞ്ഞു. ആ നിലയിൽ അവര് പറയട്ടെ, ആര് പറയണോ പറയണ്ടേന്നുള്ളതല്ല, അവരിടപെട്ട് പറയട്ടെ. അവര് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പഠിച്ച നിങ്ങൾ ഇവിടെ പറയുന്ന നിഷ്കളങ്കരായ സാധാരണക്കാരെ കുറിച്ച് ഒരു ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിലയിൽ അവര് പറയട്ടെ. ഒരു മിനിറ്റ്, അവര് തുടങ്ങി. അവർക്ക് നിങ്ങൾ എന്താണ് അവർക്ക് മൈക്ക് കൊടുക്കാത്തത്? എന്താണ് അവർക്ക്? ഞങ്ങൾ തുടങ്ങിയാൽ കൊടുക്കുമല്ലോ. അത് കഴിഞ്ഞ തീർച്ചയായും അല്ല. എന്താണ് താഹബ ഇങ്ങനെ? അവരാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ പറയുന്ന സമയത്ത്, ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അവരാണ് തുടങ്ങിയത്. അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല താഹബായി, എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അവരാണ് തുടങ്ങിയത്. ആ നിലയിൽ അവർക്ക് മൈക്ക് കൊടുക്കും, അവർക്ക് മൈക്കുകൾ കൊടുക്കൂ. ഓക്കെ, സാധാരണക്കാർക്ക് മൈക്ക്. നിങ്ങളേലും മുമ്പ് ഞാൻ എഴുന്നേറ്റതാണ്. ഇതിന്റെ അകത്ത് ഇവിടെ വാദപ്രതിവാദത്തിന് കരാറെഴുതാൻ നിങ്ങളും ഞങ്ങളും വന്നത് ഈ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾ മുമ്പേ തീരുമാനിച്ചു വന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ ആന്ന് പറയണ്ട, അല്ലാതെ തന്നെ എനിക്കറിയാം. അല്ല നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല കേട്ടാ. അപ്പൊ ഏതായാലും നിങ്ങളവിടെ ഒന്നിരിക്കേ. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് റഫീഖ് ഒരു മിനിറ്റ്. ഈ കൊച്ചിയിലുള്ള പ്രവർത്തകന്മാർ ഞങ്ങളെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് ഏത് വാദം? അല്ല
ഇതാണ് അല്ലല്ല അത് കഴിയൂല എന്നുള്ളത് വാദപ്രതിവാദ സ്റ്റേജിൽ വന്നിട്ടാ തീരുമാനിക്കേണ്ടത്. അതിന് വരാതെ തന്നെ പിന്മാറിയിട്ട് അല്ലല്ല ഒന്നാമത്തെ വിഷയം ചർച്ച ചെയ്യേണ്ടത്. അല്ല, ധൈര്യം നിങ്ങൾക്കാ ഇല്ലാത്തത്. അല്ലല്ല എനിക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. അല്ല, അവിടെ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് റഫീഖ് കയറിയതുകൊണ്ടാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാദപ്രതിവാദത്തിന് കരാർ എഴുതിയതും എഴുതാൻ വേണ്ടി വന്ന രണ്ടു കൂട്ടരും വന്നിരിക്കുന്നത് ഈ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. സുന്നികളുടെ ലെറ്റർ പേഡിലും മുജാഹിദുകളുടെ ലെറ്റർ പേഡിലും എഴുതിയിരിക്കുന്ന ഈ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ കത്തുകൾക്ക് സുന്നികളിൽ ഉള്ള അവിടെ നില്ല് മാഷേ, നിങ്ങളവിടെ നില്ലേ? അല്ല, അതെ അത് കഴിയൂല. അതുകൊണ്ടാ അല്ല നിങ്ങളവിടെ ഇല്ല. ഇനി ഒരു കുട്ടി സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ ഞങ്ങളെ വാദപ്രതിവാദത്തിലേക്ക് വലിച്ചഴിച്ചത് സുന്നികളായ ആളുകൾ ഞങ്ങളെ വാദപ്രതിവാദത്തിന് വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക സാർ. അല്ലല്ല ഇവിടെ കൊച്ചിയിലുള്ള പ്രവർത്തകർക്ക് നിങ്ങൾ ഒരു അണയുടെ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെഴുതിയ കത്തിന് വേണ്ടിയാണ് വാദപ്രതിവാദം നടത്തേണ്ടത്. അവരാണ് നിങ്ങൾക്ക് ടി എ തന്ന് ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ അവരുടെ വികാരത്തിന് നിങ്ങൾ വില കൽപ്പിക്കണം. അവരുമായി ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങൾ, അവരുമായി എഴുതിയ കത്തുകളുണ്ട്. ആ കത്ത് വാദപ്രതിവാദത്തിൽ ഈ റെക്കോർഡ് ചെയ്യുന്ന രൂപത്തിലൊന്ന് വായിക്കാൻ നിങ്ങളൊന്നും തയ്യാറാണ്. തീർന്നിട്ടില്ല. അല്ലല്ല തീരണല്ല. അതല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തകന്മാർ ഞങ്ങളെ വാദപ്രതിവാദം വിളിച്ചത് ആദർശപരമായ മുജാഹിദുകളും സുന്നികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഏറ്റവും അടിസ്ഥാന വിഷയത്തിലാണ്. ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പും തയ്യാറായിട്ടില്ല, കുന്നത്തേരിയിലും തയ്യാറായിട്ടില്ല, അതിനു മുമ്പും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാകും. അതുകൊണ്ട് ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറാണോ ഇല്ലേ അത് പറയാം. അല്ല, അത് നിങ്ങൾക്ക് പിന്നെ ഇവിടെ വന്നപ്പോ എഴുതിയപ്പോ ബോധമില്ലായിരുന്നു. എന്നാ പിന്നെ ഈ വാദത്തിന് എന്തിനു മറുവാദം എഴുതുന്നു? ഇത് അടിസ്ഥാന വിഷയം അല്ലെങ്കിൽ ഇതിന് മറുവാദം എഴുതാൻ ആദ്യം തന്നെ തയ്യാറാകരുത്. ഇത് ഹനീഫ മൗലവിന്റെ കയ്യെഴുത്താണ്. ഇത് നിങ്ങളെ കയ്യെഴുത്തല്ലേ, ലിപിയല്ലേ? ഇത് നിഷേധിക്കാൻ കഴിയും. ഇത് നിങ്ങൾ എഴുതിയതല്ലേ? ഇതിവിടെ അടിസ്ഥാന വിഷയം അല്ലെങ്കിൽ പിന്നെ വേറൊന്ന്, ഇവിടെ സാധാരണക്കാരായ പ്രവർത്തകരോട് പറഞ്ഞു, ഞങ്ങൾ വ്യക്തമാക്കുന്നു ആ വിഷയം ചർച്ച ചെയ്യില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വ്യക്തമായി അതിനുണ്ട് ഓരോ വിഷയം. പക്ഷെ അത് പറയാനുള്ള അധികാരം നിങ്ങൾക്ക് ആദ്യം തെളിയിക്കണം, അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ വ്യക്തമായി പച്ചമലയാളത്തിലല്ലേ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടുത്തെ സാധാരണക്കാരനോട് പറയാണ്, നിങ്ങൾ എന്താ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത്? അത് ശിർക്കല്ലേ എന്ന് ചോദിച്ചാൽ അവരെന്നോട് തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഇസ്മായിൽ ഷെയ്ഖിനെയും വിളിക്കുന്നില്ലേ? രണ്ടുണ്ട്. പിന്നെ എനിക്ക് പറയാൻ അധികാരമില്ല. അപ്പൊ അതേ സമയത്ത് ഇതും അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു, നിങ്ങൾ മലക്കിനെ വിളിക്കുന്നു, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു. അപ്പൊ അത് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് നിങ്ങൾ പറഞ്ഞ്, അത് അധികാരമുണ്ട് എന്ന് നിങ്ങൾ ആദ്യം തെളിയിച്ചാൽ, മിണ്ടരുത് ഞങ്ങൾ പറയാണ്, അത് നിങ്ങൾ ആദ്യം തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ വിഷയമായി ഞങ്ങൾ ഇതും തെളിയിക്കും. അല്ലാതെ നിങ്ങൾ പറഞ്ഞ് മാത്രം തെളിയിക്കാൻ നിങ്ങളുടെ അടിമകളല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. അതേതാണെന്നറിയോ? നിങ്ങൾക്ക് ഈ വാദം പറയാനുള്ള അധികാരമില്ല. കാരണം ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ. മിണ്ടരുത്. ബേജാറുണ്ടില്ലേ? തർക്കല്ല. ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറയുന്നത് ശിർക്കല്ല എന്ന് വാദിച്ചതോടെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു, നിങ്ങളെ തൗഹീദ് തകർന്നേ. നിങ്ങൾക്ക് മിണ്ടാധികാരമില്ല. അത് പറയുന്ന വല്ലവരുണ്ടെങ്കിൽ വരട്ടെ, ഞങ്ങൾ തയ്യാറാകും. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കേ. പറയൂ. എന്താ ന്യായം? രണ്ടാളെ ന്യായം തിരക്കേടില്ല. എന്താ ഒരാള് പറയണത്, ഇതിന് മറുപടി എഴുതിയത് നിങ്ങളുടെ കയ്യക്ഷരല്ലേ, ഇത് നിങ്ങൾ എഴുത്തല്ലേ, ഇത് അടിസ്ഥാന പ്രശ്നമായുണ്ടല്ലോ നിങ്ങളെ മറുപടി എഴുതിയത്. ആരാ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം? അതിന് മറുപടി എഴുതി. ശരി ഞാൻ പറയട്ടെ. ശരി ഞങ്ങൾ എഴുതിയതിന് നിങ്ങൾ മറുപടി എഴുതി, അത് അടിസ്ഥാന പ്രശ്നമായുണ്ടല്ലേ? അപ്പൊ രണ്ടും അടിസ്ഥാന പ്രശ്നം. ഞങ്ങൾ ചർച്ച ചെയ്യില്ല, ഇത് ചർച്ച ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതോടുകൂടി അത് അപ്രസക്തമായി. അപ്പോ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എഴുതി. അതുകൊണ്ട് പിന്നെയോ രണ്ടാമത്തെ ന്യായം, ഒരാളുടെ ന്യായം അത്. രണ്ടാമത്തെ ആളെ ന്യായം എന്താ? നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല. ഞങ്ങൾ നിങ്ങളുടെ അടിമകളാ? ഞങ്ങളത് നിങ്ങളെ അറിവില്ല. നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ? ശരി. അപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കണം, എന്നിട്ടോ ഞങ്ങൾ നിങ്ങളെ അടിമ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കൂല, കാരണം ഞങ്ങൾ നിങ്ങളെ അടിമകളല്ല. അടിമയോട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചു രക്ഷപ്പെടാമെന്ന്. കഴിയില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വന്തം ശരീരത്തോട് പറയുക. പറഞ്ഞോട്ടെ, എന്റെ തീരട്ടെ. 2 മിനിറ്റ് അല്ല സമയം. 2 മിനിറ്റോ? ഈ കോലത്തിൽ നിങ്ങൾ രണ്ടാളും അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഇപ്പൊ 2 മിനിറ്റായോ?
അത് ശരി. നിങ്ങൾ ആവശ്യം വരുമ്പോ നിങ്ങൾക്ക് ഇപ്പോ 2 മിനിറ്റ് അല്ലേ? അല്ല സുഹൃത്തെ, ചർച്ച എന്ന് പറയുമ്പോ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് പറയാൻ എന്നാണ് ഞങ്ങളുടെ വാദം. അതിന് ഞങ്ങൾക്ക് അവകാശമില്ലാതെ പറയാൻ എന്നാണ് നിങ്ങളിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വാദം ഉണ്ടായാൽ തന്നെ രണ്ടാമത്തേത് അപ്രസക്തമായി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലേ, നിങ്ങളാ പറഞ്ഞത് അവകാശമില്ല എന്ന്. ഇത് ഊന്നി ചർച്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു കുടുങ്ങിപ്പോയി, ഇനി അടുത്ത വാദപ്രതിവാദമാകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ വല്ലതും പറഞ്ഞു കൊണ്ടുവരാം എന്ന തീരുമാനത്തോടെ നിങ്ങൾക്ക് പിരിയുകയും ചെയ്യാം. പഴയ നിങ്ങളുടെ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്മാറിയോ ഇല്ലേ? അതാദ്യം നമ്മൾ തീരുമാനിക്കണം. നിങ്ങൾ പിന്മാറിയിട്ടുണ്ട്. തൗഹീദ് അടക്കമുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾ ആദ്യം നിർവചിച്ച നിർവചനമല്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. ഇപ്പോഴുള്ള നിങ്ങളുടെ നിർവചനങ്ങളിൽ ജിന്നും പിശാചും കുട്ടിച്ചാത്തനും ചാത്തൻകുട്ടിയും എല്ലാം കടന്നു വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് അതൊക്കെ തെറ്റായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് അനുവദനീയമായിരിക്കുന്നു. സക്കരിയ സ്വലാഹിക്ക് ജർമ്മനിയിൽ നിന്ന് മരുന്നെത്തിക്കാൻ ജിന്നിന്റെ സഹായം വേണ്ടി വന്നതുകൊണ്ടാണോ ആ തൗഹീദ് നിങ്ങൾക്ക് ഇപ്പോൾ അനുവദനീയമായത്? ആ ശിർക്ക് നിങ്ങൾക്ക് നേരത്തെ ശിർക്കും ഇപ്പോൾ നിങ്ങൾക്ക് തൗഹീദുമായത്. അതാണ് ആദ്യം തെളിയിക്കേണ്ടത്. നിങ്ങൾ ആദ്യം പറഞ്ഞ വാദത്തിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നത് ആദ്യം തീരുമാനമാകണം. അല്ല, നിങ്ങൾ പറയുന്നു പിന്മാറിയിട്ടില്ല, എന്നാ നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. ഞങ്ങൾ പറയുന്നു നിങ്ങൾ പിന്മാറിയിട്ടുണ്ട്. രേഖ വെച്ചുകൊണ്ട്, നിങ്ങളുടെ രേഖ വെച്ചുകൊണ്ട് ഞങ്ങൾ സമർത്ഥിക്കും നിങ്ങൾ പിന്മാറിയിട്ടുണ്ട് എന്നത്. ഇല്ല, പിന്മാറിയിട്ടില്ല എന്നത് നിങ്ങൾക്ക് ആദ്യം സമർത്ഥിക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇപ്പോഴുള്ള ഈ ഒരു മഹാത്മാക്കളോടുള്ള സഹായത്തേട്ടം ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ. അതാണ് അടിസ്ഥാനപരമായ ചർച്ചയുടെ ശൈലി, അതാണ് വ്യവസ്ഥാപിതമായ ചർച്ചയുടെ ശൈലി. അതിന് സന്നദ്ധനാണെങ്കിൽ തയ്യാറാവുക. ഈ കൊച്ചിയിലുള്ള നിഷ്പക്ഷരായ ആളുകൾക്ക് കാര്യം ഗ്രഹിക്കണമെങ്കിൽ, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾക്കും അതിലുള്ള ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് സന്നദ്ധരാകണം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ പറയുന്നു പിന്മാറിയിട്ടുണ്ട്, അത് ഞങ്ങളും തെളിയിക്കുന്നതാണ്. ശേഷം ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നടത്തുന്ന ഈ വിഷയത്തെ കുറിച്ച്, ഈ ഇസ്തിഗാസയെ കുറിച്ച്, അത് ശിർക്കിന്റെ പരിധിയിലാണോ പെടുന്നത് അല്ലേ എന്ന് നമുക്ക് രണ്ടാമതായി ചർച്ച ചെയ്യാം. ഈ ചർച്ച വെറുതെ അനാവശ്യമായി വലിച്ചു നീട്ടിക്കൊണ്ടുപോവാണ്. ഇവിടെ പറഞ്ഞു ഞങ്ങൾ പഴയതിൽ നിന്ന് പിന്മാറിയും. ആ പഴയതിൽ നിന്ന് ഞങ്ങൾ മാറി. അതുകൊണ്ടാണല്ലോ റഫീഖ് ഹസനിയും നൗഷാദ് ഹസനിയും ഒക്കെ കയ്യെഴുത്ത് പഠിക്കാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടുമെന്ന് അന്വേഷിക്കുന്നതൊക്കെ മാറാത്തത് കൊണ്ട്. പണ്ട് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ നിലനിർത്തണം. നിർവചനങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തെളിയിക്കാം. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? ആദ്യം മാറിയിട്ടില്ലെന്ന് തെളിയിക്കണം, പിന്നെ നമുക്ക് ശിർക്കാണോ അല്ലേ എന്ന് തെളിയിക്കാം. ഞാൻ പറയുന്നു അതിന്റെ ആവശ്യമില്ല. കാരണം ഒന്നാമതായി ഞങ്ങൾ എഴുതിയത് ശിർക്കാണ് എന്നാണ്. ശിർക്കാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുമ്പോ അതിന് അവകാശമില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ കഴിഞ്ഞു ചർച്ച. പിന്നെ രണ്ടാമതൊരു ചർച്ചയുടെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് പ്രകാരം 2 ചർച്ചകൾ വേണം. എന്നാൽ ഒന്നാമത്തെ ചർച്ചയിൽ തന്നെ നിങ്ങൾക്ക് തെളിയിക്കാം ഞങ്ങൾ മാറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അവകാശമില്ല ഇങ്ങനെ പറയാൻ. എന്ത് നേരത്തെ പറഞ്ഞതുപോലെ ജിന്നിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മലക്കിനോട് പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. ഇതാ ഞങ്ങൾ പറഞ്ഞില്ലേ, റിഫായി ശൈഖെ രക്ഷിക്കണേ എന്ന് റഫീഖ് ഹസൻ പറയുന്നു, ഞാൻ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ, ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ജിന്നിനോട് തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മലക്കുകളോട് തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കാം നിങ്ങൾക്ക് അവകാശമില്ല. ആ ഒറ്റ ചർച്ചയോടുകൂടി തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ ഒരു ചർച്ചയിൽ തന്നെ ഇതുകൂടി തെളിയിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അടിസ്ഥാന വിഷയം ഇതായതുകൊണ്ട് ഒന്നാമതായി ഇത് തന്നെ ചർച്ചക്കെടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് ചർച്ചക്കെടുക്കാൻ തയ്യാറാണെങ്കിൽ തുടരാം, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് കൂടി. അൽഹംദുലില്ലാ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ആ വാദത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യം തെളിയിക്കണം. നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ മാറിയിട്ടില്ല, അതുപോലെ തന്നെ ജിന്നെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. അതിനുള്ള അവസരമാണ് ഞങ്ങൾ ഒന്നാമത്തെ വാദത്തിലൂടെ ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ അത് ഒന്നാമത്തെ വാദമായി ചർച്ച ചെയ്യാൻ നിങ്ങൾ പറയുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ കാലം വരെ ഈ സമുദായത്തെ നിങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, അഭൗതിക സഹായം. എങ്ങനെയാണെന്നറിയാത്ത
സഹായം. ഇത് ശിർക്കാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചിരുന്നു, പല സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗിച്ച നിങ്ങൾ തന്നെ അഭൗതിക ശക്തികളായ ജിന്നുകളോട് മലക്കുകളോട് സഹായിക്കാമെന്ന് പറഞ്ഞതോടെ നിങ്ങളെ വാദം നിങ്ങൾ തന്നെ കുഴിച്ചു മൂടിയത് കൊണ്ട് ഇല്ല. നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസാനം ജിന്നുകളെ കൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ വാദമാണ് നിങ്ങൾ തകർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറ, ജിന്നിനോട് പ്രാർത്ഥനാക്കിപ്പോ പ്രാർത്ഥന എന്താണെന്നും സഹായാർത്ഥന എന്താണെന്നും ഞങ്ങൾ പഠിപ്പിച്ചു തരാ. ഈ ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ വരൂ. അതുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആദ്യം ഇത് തെളിയിക്കണമെന്ന് നിങ്ങളും സമ്മതിച്ചല്ലോ. ശരി, മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ? ശിർക്കാണോ അല്ലേ? ഞങ്ങൾ തെളിയിക്കാം. പക്ഷേ അത് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? അത് തെളിയിക്കണം നിങ്ങൾ ആദ്യം. അത് നിങ്ങളും പറഞ്ഞല്ലോ, അത് തെളിയിക്കാനാണ് ഞങ്ങൾ ഈ വാദം ആദ്യം എഴുതിയത്. അതുകൊണ്ട് ഈ വാദത്തിൽ ചർച്ച ചെയ്യട്ടെ. രണ്ടാമത്തെ, നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങള് ഒരിക്കലും പോകുന്നില്ലല്ലോ. ഞങ്ങൾ ഒരു വാദം ചർച്ച ചെയ്തു, അടുത്ത ദിവസം ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളെ തെളിയിച്ചു. ഏത്? ഞങ്ങൾ പഴയ വാദത്തിൽ തന്നെയാണ്. മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് തെറ്റാണ്. ഞങ്ങൾ ഒരാളോടും സഹായം തേടലോ പ്രാർത്ഥിക്കലോ ഇല്ല, എല്ലാം ശിർക്കാണെന്ന് വാദിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ദിവസം ഞങ്ങൾ വരും, ഈ പ്രദേശത്ത് തന്നെ വരും, ഈ നാട്ടുകാർക്കിടയിൽ തന്നെ വരും. എന്നിട്ട് ഞങ്ങൾ പറയും മുഹയ്യദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കല്ല, അതിന് ഹദീസുണ്ട്, ആയത്തുണ്ട് എന്ന് ഞങ്ങൾ പറയും. പക്ഷേ അതിന് നിങ്ങൾ ഈ ആദ്യത്തെ അവസരം ഞങ്ങൾക്കൊന്ന് നൽകി നോക്കൂ, ഒന്ന് നൽകി നോക്കൂ. ഈ എഴുതിയ ഒന്നാമത്തെ വിഷയത്തിൽ ഒരു വാദപ്രതിവാദം കേരളത്തിൽ നടന്നാൽ പിന്നെ കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് എന്ന് പറയുന്ന സാധനം തന്നെ കാണാൻ കഴിയില്ല. കാരണം ഒരു കാലത്ത് നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നത് അഭൗതിക മാർഗങ്ങളിലൂടെ, കാണാൻ കഴിയാത്ത സഹായത്തിലൂടെ സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന് എഴുതി വെച്ച ഉമർ മൗലവിയും കുഞ്ഞീദ് മദനിയും അവരുടെ വാദങ്ങളെ തട്ടിത്തെറിപ്പിച്ച് ജബ്ബാർ മൗലവിയെ പോലെയുള്ള, അതുപോലെ സക്കരിയ സലാഹിയെ പോലെയുള്ള, ശംസുദ്ദീൻ ബാലത്തിനെ പോലെയുള്ള മൗലവിമാരൊക്കെയും വാദിച്ചത് ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്നാണ്. ഞങ്ങളുടെ കയ്യിൽ അതിന് പ്രമാണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹനീഫ മൗലവി പ്രസംഗ മത്സരത്തിൽ ഇപ്പോൾ നിങ്ങൾ തോറ്റതുപോലെ വേണമെങ്കിൽ വാദപ്രതിവാദവും നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. പക്ഷേ വ്യവസ്ഥാപിതമായിരിക്കണം. അതിന് താല്പര്യമില്ലല്ലോ ഇത് വ്യവസ്ഥ തയ്യാറാക്കാൻ. അപ്പോ വ്യവസ്ഥ തയ്യാറാക്കാൻ താല്പര്യമില്ലല്ലോ, എങ്കിലല്ലേ വ്യവസ്ഥാപിതാവുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, ഇനി ഞാൻ ചോദിക്കാൻ, ഈ ഒന്നാമത് ഞങ്ങൾ എഴുതിയ മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഹാസ നടത്തുന്നത് ശിർക്കല്ല. ഈ വിഷയം ആദ്യം ചർച്ച ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരുക്കമുണ്ട്. പക്ഷേ ആദ്യം നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ല എന്നല്ല ഞാൻ ചോദിച്ചത്. ഒന്നാമതായി വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറല്ല. രണ്ടാമത്തെ തയ്യാറുള്ളൂ. ഒന്നാമത്തെ നിങ്ങൾ തയ്യാറാണ്, രണ്ടാമത്തെ തയ്യാറാണ്. അധികാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികാരമില്ലാന്ന് തെളിയിക്കാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഒന്നാമതായി തെളിയിക്കും, ഒന്നാമതായി ഞങ്ങൾ തെളിയിക്കും, ഒന്നാമതായി ഞങ്ങൾ തെളിയിക്കും. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തെളിയിക്കും, ഇപ്പൊ തെളിയിക്കണോ? ഇത് തന്നെ മതി തെളിയിക്കാൻ, ഇത് തന്നെ മതി തെളിയിക്കാൻ. ഇപ്പൊ തെളിയിക്കണോ? ഇത് ഇപ്പൊ തെളിയിക്കണ്ട, നമ്മൾ 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 അതിപ്പോ ഞങ്ങൾ തെളിയിക്കും. ഞങ്ങളെ കയ്യിൽ തെളിവില്ലാന്ന് വെച്ച് അപ്പൊ ആദ്യം തെളിയിച്ചിട്ട് ഒന്നാമത് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ നിങ്ങൾക്ക് അധികാരമില്ല. അല്ല, നമുക്ക് നിർത്താം. ഓക്കെ, വിഷയം ചർച്ച ഇല്ല. അതാ ഞങ്ങൾ പറഞ്ഞത് മൗലവി, കടിയില്ല, 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 കടിയില്ല നിങ്ങൾക്ക്. കാരണം ജിന്ന് വരും, ജിന്ന് വരും, മലക്ക് വരും, ജിന്ന് വരും, കുട്ടിച്ചാത്തൻ വരും, അതുകൊണ്ട് കഴിയില്ല, കഴിയില്ല. ജിന്നും മലക്കും നിങ്ങൾക്ക് പേടിയാണ്, പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇല്ല. നിങ്ങൾ ജിന്നിനോട് സഹായം തേടുന്നു, ഞങ്ങൾ ഔലിയാക്കളോടും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ധാർമ്മികപരമായ ആവശ്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് മറ്റേ രണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതൊന്ന്, ഇത് രണ്ട്, ഇതൊന്ന്, ഇത് രണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് മുഹയ്യദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. മുജാഹിദുകൾ അവരുടെ വാദത്തിൽ നിന്ന് മാറി എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞത്. അത് മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ അത് മാറിയെന്ന് എഴുതി രക്ഷപ്പെടാൻ നിങ്ങൾ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ഒന്നാമതായി ആ വാദം തന്നെ എഴുതിയപ്പോ മാറിയിട്ടില്ല എന്ന് നിങ്ങൾ ഒന്നാമതായി അല്ല, ഒന്നാമതായി എന്ന് പറഞ്ഞില്ല. അതല്ല, ഒരു പ്രസക്തമായ ഒരു വിഷയം ഉണ്ടാകുമ്പോ നമുക്ക് ആവശ്യം വരും. അല്ല, ഒന്നാമതായി എന്ന് പറഞ്ഞല്ലോ ഉപരി. അപ്പൊ അത് ഒന്നാമതായി ചർച്ച ചെയ്യണം. അതാ ഞാൻ പറയണത്. ആ അഭിനയൊന്നും വേണ്ട ഹനീഫ മൗലവി, നിങ്ങളെ ബഹുമാനം എത്ര ഉണ്ട് ഞങ്ങൾക്കറിയാം. ആ പൊട്ടീസ് നടക്കൂല. ആ അതിപ്പോ നിങ്ങക്ക് ഒരു ജയമില്ലാത്തോണ്ട് ഇപ്പൊ അവിടെ കിട്ടു നോക്കാണ്. നടക്കൂല, അത് നടക്കൂല. ആ ആ
നിങ്ങൾ ആ പണി നിർത്തിക്കാളെ കേട്ടോ. ഏത് കുട്ടികളെ മാതിരി ആരായത്? ഞാൻ പറയുമ്പോ എന്റെ സമയത്ത് നിങ്ങളായിരുന്നിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ പറയണത്? ഇനി അങ്ങനെ വെറുതെ പറയാനാണോ? അതിന് കഴിയുമെന്ന് നേരത്തെ ഞാനും നൗഷാദും തെളിയിച്ചല്ലേ വെറും വർത്താനം പറയാന്. നിർത്തിക്കാളെ. അപ്പോ ഇരുന്നതോ അപ്പൊ നിങ്ങളിപ്പോ രണ്ടാളും ഇരുന്നത് തോറ്റിട്ടാ? നൗഷാദ് റഫീഖ് ഇപ്പൊ ഇരുന്നത് ഇത്ര നേരം റഫീഖ് നിന്നിട്ടായിരുന്നു. അതെന്റെ സമയമാണ്. ആളുകളുടെ പേരൊന്നും മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥന നമ്മൾ എഴുതിയല്ല എന്ന് ഞങ്ങൾ കൃത്യമായി 1924 മുതലേ ഞാൻ പറയുന്നതാണ്. എന്നിട്ട് ഒന്നാമതായി അല്ല ഒരു തർക്കമില്ല ഒന്നാമതായി തങ്ങളുടെ ഭാഗം ചർച്ച ചെയ്യണമെന്ന് മുജാഹിദുകൾ പറഞ്ഞു. അതല്ല ഞങ്ങളുടെ ഭാഗം ചർച്ച ചെയ്യണം പിന്നെയും പറഞ്ഞു. എന്നാൽ അത് തീരുമാനത്തിന് പിരിഞ്ഞുകയറിയാൽ മതി. അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ എഴുതണ്ട. നിങ്ങൾ വ്യവസ്ഥ എടുത്ത് ഞങ്ങളുടെ വാദത്തിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല എടുത്തുകൊണ്ട് മതിയായിട്ടില്ല. അത് വാദപ്രതിവാദത്തിൽ നിങ്ങൾ എടുക്കണം. പക്ഷേ ഇത് എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അവിടെ ഞങ്ങൾ ഒരുപാട് രേഖകൾ ഹാജരാക്കും. എന്താണ് 1974 എഴുതിയത്, പിന്നെ ജബ്ബാർ മൗലവി എഴുതിയത് എന്താണ് എന്ന് ഞങ്ങൾ പിന്നീട് തെളിയിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, റിഫായി ശൈഖിനെ വിളിക്കുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം ഞങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ വിളിക്കുന്നു. അത് ശിർക്കല്ലെന്ന് പറയുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വാദപ്രതിവാദം നടക്കണ്ട. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഇത് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾക്ക് അർഹതയുണ്ട്, അധികാരമുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്ത സെക്കൻഡിൽ ഞങ്ങൾ തെളിയിക്കും മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്. കാര്യം വ്യക്തമാണ്. ഇത് ഈ അടിസ്ഥാനപരമായ കാര്യം പിന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ പറഞ്ഞ അതിന്റെ പിന്നാലെ വരുന്ന കാര്യം മുമ്പിൽ നിർത്തിയിട്ടുള്ള ഒരു ചർച്ചക്ക് തൽക്കാലം ഞങ്ങളില്ല. ജിന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ പിടികൂടിക്കൊണ്ടേയിരിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്നതാണ്. ആ വാദങ്ങളൊക്കെ എഴുതാം. എന്നിട്ട് ഒന്നാമതായി അല്ല ഒരു തർക്കമില്ല ഒന്നാമതായി തങ്ങളുടെ വാദം ചർച്ച ചെയ്യണമെന്ന് മുജാഹിദുകൾ പറഞ്ഞു. അതല്ല ഞങ്ങളുടെ വാദം ചർച്ച ചെയ്യണമെന്ന് സുന്നികൾ പറഞ്ഞു. എന്നാൽ അത് തീരുമാനത്തിന് പിരിഞ്ഞു നേരിയാൽ മതി. അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ എഴുതണ്ട. കുഴപ്പം മതി. ആയിക്കോട്ടെ. അല്ല എഴുതുന്നതിന് വിഷമമുണ്ടെങ്കിൽ വേണ്ട. എഴുതുന്ന പേടിക്കണ്ട. ആടാണിനെ Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala sayyidil mursalin wa ali kullihim sahabati ajma'in. Amma ba'd. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥയുടെ വിശകലനമാണ് ഇപ്പോൾ നാം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ ചർച്ച മഗ്‌രിബിന് മുമ്പ് സമാപിക്കുകയും മഗ്‌രിബിന് ശേഷം നാം ഒരുമിച്ച് കൂടുകയും ചെയ്ത വിശകലന സദസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കല്ലുമത്തി ശാഖ SSF-ഉം ISM-ഉം തമ്മിൽ ലെറ്റർ പേഡുകളിലൂടെ പരസ്പരം വാദ പ്രതിവാദങ്ങൾ എഴുതി
സമർപ്പിച്ചതിന്റെ ഫലമായി നമ്മോടുള്ള ആശയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംവദിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാകുന്ന വഹാബികൾ സന്നദ്ധരാവുകയും നാം അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ 24/7/2010 അവരുടെ ISM ശാഖയിലേക്ക് നാം എഴുത്തു കൊടുക്കുകയും ചെയ്തു. ആ എഴുത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണെന്നുള്ള താങ്കളുടെ മറുപടി കിട്ടി. സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്ന വിഷയമെന്നും കണ്ടു. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ 2010 ഓഗസ്റ്റ് 5, 7 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഉച്ചക്ക് 2 മണിക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SSF കൽവത്തി ശാഖ 24/7/2010 അവർക്ക് എഴുത്തു കൊടുത്തു. ആ എഴുത്ത് അടിസ്ഥാനത്തിൽ 30/7/2010 ISM കൽവത്തി യൂണിറ്റ് SSF നൽകിയ തിരിച്ചുള്ള എഴുത്താണ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത്. നിങ്ങൾ 24/7/2010 തന്ന ലെറ്റർ പേഡിലെ തീയതി, അതായത് 5/8/2010 വാദപ്രതിവാദത്തിന് കരാർ എഴുതുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് എടുത്തു തരികയും തുടർന്ന് വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് 1/8/2010 തിരിച്ച് SSFന്റെ പ്രവർത്തകർ അങ്ങോട്ടും കത്തുകൊടുക്കുകയും ചെയ്തു. അത് ഫലമായി നാം ഇന്ന് നടത്തിയ ചർച്ച എന്തുകൊണ്ടും വിജയകരമായ ഒരു ചർച്ചയായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് CD കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. കാലം എത്രയും വഹാബിസം പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ മനുഷ്യ നിർമ്മിത തൗഹീദിന്റെ നിർവചനം തകർന്ന് തരിപ്പണമാകുന്നതും ആരുടെ മുമ്പിലും അതിന്റെ യാഥാർത്ഥ്യം തെളിയിക്കാൻ അവർക്ക് പോലും ധൈര്യമില്ല എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നതുമായ ഒരു ചർച്ചയായിരുന്നു ഇന്ന് നടന്നിരുന്നത്. നേരത്തെയുണ്ടായിരുന്ന പഴയ വാദങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുകൊണ്ടാണ് ഇന്ന് വഹാബികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും സുന്നികളുടെ നിരന്തരമായ ഇടപെടലുകളുടെയും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഖണ്ഡനമണ്ഡന പ്രഭാഷണങ്ങളിലൂടെയുമൊക്കെ കേരളത്തിലുള്ള വഹാബികൾക്ക് കാര്യമായ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. വിശിഷ്യ തൗഹീദിന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ആരുടെ മുമ്പിലും ആർജവത്തോടുകൂടെ തെളിയിക്കാൻ സുന്നി പ്രസ്ഥാനം തയ്യാറാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ആ ഒരു മഹത്തായ ലക്ഷ്യം അത് വളരെ കൃത്യമായി നമ്മൾ അവിടെ സമർപ്പിച്ചപ്പോൾ അത് അവരുടെ അടിസ്ഥാനത്തെ തന്നെ പിഴുതെറിയാൻ കാരണമാകും എന്ന് മനസ്സിലാക്കി അവര് ആ വാദത്തിന് പ്രതിവാദം എഴുതാൻ തയ്യാറായില്ല. ഒരുപാട് സമയം അതിനുവേണ്ടി തന്നെ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവരുമായി ഒരുപാട് സമയം അതിനുവേണ്ടി നീക്കിവെച്ചു. പക്ഷെ അവര് മറ്റൊരു വാദം എഴുതി, മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, അങ്ങനെ തുടങ്ങി മഹാന്മാരോടുള്ള സഹായ തേട്ടം അവര് പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മേൽ ആരോപിച്ചത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും അവരുടെ നിലനിൽപ്പാണല്ലോ പ്രാർത്ഥന എന്ന പദപ്രയോഗം, അതുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നില്ല. ഇരിക്കട്ടെ, നമ്മളുടെ സഹായാർത്ഥന ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രതിവാദം എന്ന നിലയിൽ എഴുതി. നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ അത് പ്രതിവാദമല്ല, വാദം ഞങ്ങൾ എഴുതുകയും ഞങ്ങളോട് വായിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് ഞങ്ങളുടെ വാദം ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു അത്? ഞങ്ങൾ അവിടെ തന്നെ എഴുതിയ അതേ വാദം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അതേ പേപ്പറിൽ നിന്ന് വായിക്കുകയാണ്. എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഗാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വാദമായി അവിടെ എഴുതിയത്.
ഇതിന് പ്രതിവാദം മുഹയ്യിദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നല്ല എന്ന് ആർക്കും അറിയുന്ന കാര്യമാണ്. പിന്മാറിയോ ഇല്ലേ, ആദ്യത്തെ വാദത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനമാക്കിയതിന് ശേഷമല്ലേ ഇത്തരം സംരംഭങ്ങളെ കുറിച്ച് ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത്? ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. പണ്ടൊരാള് പെട്ടിക്ക് മുകളിൽ സംഭാവന ചെയ്യുക എന്ന് എഴുതി വെച്ചപ്പോ അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ നിജസ്ഥിതിയും മനസ്സിലാക്കാതെ ആ പെട്ടി കൊണ്ടുപോയി സംഭാവന ചെയ്തു എന്ന് പറഞ്ഞതുപോലെ വഹാബികൾക്ക് കാര്യം മനസ്സിലാക്കാനുള്ള പക്വതയും വിവേകവും പൂർണ്ണമായും അസ്തമിച്ചിട്ടുണ്ട് എന്ന് എന്നോ തെളിഞ്ഞതാണ് ഒന്നുകൂടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലുള്ള ആളുകളെ സാക്ഷ്യപ്പെടുത്തി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ഈ ഒരു ചർച്ചയുടെ വിജയകരമായ ഭാഗമായി ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ പറയാൻ കഴിയും. ഇരിക്കട്ടെ, ഞങ്ങൾ പറയുന്നത് അവരുടെ പഴയ വാദങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നറിയാത്ത വിധത്തിൽ അല്ലാഹുവല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നായിരുന്നു. അതിൽ മലക്കുകൾ പെടുന്നു, ജിന്നുകൾ പെടുന്നു, അതുപോലെ തന്നെ ചാത്തനും കുട്ടിച്ചാത്തനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ശൈത്വാനീയത്തിന്റെ മേഖലകളും അതിൽ പെടുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു അന്ന് അവര് പ്രാർത്ഥനയ്ക്ക് നിർവചനം പഠിപ്പിച്ചിരുന്നത്. പക്ഷേ കാലം പുരോഗമിക്കുകയും അവരുടെ ഓരോ വിവരക്കേടുകൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അഹ്ലുസുന്നത്തി വൽ ജമാഅയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുകയും ചെയ്തപ്പോൾ അവർക്ക് നിർവചനമൊന്ന് മാറ്റേണ്ടി വന്നു. അവിടെയാണ് അവരുടെ കേന്ദ്രങ്ങളിലേക്ക് ജിന്നുകളും പിശാചുക്കളും ചേക്കേറി വരുന്നത്. അങ്ങനെ അവർ വാദിച്ചു, സഹായം എങ്ങനെ എന്ന് അറിയുന്ന വിധത്തിൽ അത് അഭൗതിക രൂപത്തിൽ അതെ ജിന്നുകളോടാണെങ്കിലും മറ്റും സഹായം തേടി എന്നതുകൊണ്ട് അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നില്ല എന്ന ഒരു വാദത്തിലേക്ക് വഹാബിസം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ സ്വാഭാവികമായും ഞങ്ങൾക്ക് അവിടെ പറയാനുള്ള ഒരു വിഷയമുണ്ട്. അഥവാ ഞങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കുന്നത് ഭൗതികമാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ജിന്നുകളോട് സഹായം ചോദിക്കുന്നതും ഞങ്ങൾ ഭൗതികമാണെന്നാണ് ഞങ്ങൾക്കും അഭൗതികമാണെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മുഹയ്യിദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കുന്നത് അഭൗതികമാണ് എന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളും പറയുന്നു ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കുന്നത് അഭൗതികമാണ് എന്ന് ഞങ്ങൾക്കും പറയാം. അപ്പൊ ഞങ്ങളും നിങ്ങളും ഇപ്പോൾ ഒരേ നിലവാരത്തിലാണ് ഉള്ളത്. നിങ്ങൾ ജിന്നുകളോടാകുന്നു, ഞങ്ങൾ മഹാന്മാരോടാകുന്നു. ഈ ഒരു വ്യത്യാസം ഒഴിച്ചാൽ ബാക്കി അഭൗതിക മേഖലയിൽ അല്ലാഹുവല്ലാത്തവരോട് സഹായം ചോദിക്കാം എന്ന വിഷയത്തിലേക്ക് നിങ്ങളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പഴയ വാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിരിക്കുന്നു എന്നാണ്. അത് തീരുമാനമാക്കിയതിന് ശേഷമാകണം ഇപ്പോൾ ചെയ്യുന്ന കാര്യം ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ. അതിന് നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചപ്പോൾ അവര് അതിന് മറുപടി എഴുതാൻ തയ്യാറായില്ല. അവസാനം ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് കാര്യം മനസ്സിലായി. അവര് അതിൽ ഒരു മാറ്റമുണ്ടാകുമോ എന്ന് പേടിച്ച് അവര് നിർബന്ധിതരായി എഴുതി. എന്നിട്ടും അവര് വ്യക്തമാക്കാൻ ശ്രമിച്ചില്ല. അവരെഴുതിയത് ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്നു മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ്. നമ്മുടെ വാദവുമായി ഒരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു തരം പ്രതിവാദമാണ് അവരെഴുതിയത്. എന്തിനാണിത്? ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, ഞങ്ങൾ എഴുതിയത് എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കുമാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? പ്രതിവാദമാകണമെങ്കിൽ എങ്ങനെ എഴുതണം? എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിട്ടില്ല എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിന് ധൈര്യം കാണിച്ചില്ല. കാരണം അവർക്ക് ജിന്നുകളെ വേണ്ടി വരുന്നു, ഇപ്പോൾ പിശാചുക്കളെ വേണ്ടി വരുന്നു. ഇപ്പോൾ അഭൗതിക മേഖലയിലൂടെ അല്ലാഹ് അല്ലാത്തവരോടും സഹായം ചോദിക്കാം എന്ന ഒരു വാദം ഇപ്പോൾ അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിന് വ്യക്തമായ പ്രതിവാദം എഴുതാൻ മടി കാണിക്കുകയാണ്. അങ്ങനെ തുടങ്ങി ആ ചർച്ചയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഈ ഒരു വിഷയത്തിൽ തന്നെ അവര് സമയം കളയുകയാണ്.
പിന്നീട് രണ്ടാമത് അവർ എഴുതിയിട്ടുള്ള വാദത്തിന് ഞങ്ങൾ പ്രതിവാദം എഴുതി. അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ എഴുതിയതിന് നിങ്ങൾ പ്രതിവാദം എഴുതണം. ശരി, ഞങ്ങൾ എഴുതാം, അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്യാം. ആദ്യം പിന്മാറിയോ ഇല്ലേ എന്ന് തീരുമാനിക്കണം, എന്നിട്ട് ആ ചെയ്യുന്ന കർമ്മം ഷിർക്കാണോ അല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കാം. അവർ പറഞ്ഞു, ആദ്യം ഷിർക്കാണോ അല്ലെന്ന് തീരുമാനിച്ചിട്ട് വേണം പിന്മാറിയോ ഇല്ലെന്ന് തീരുമാനിക്കാൻ. അത് ഏതൊരാൾക്കും അറിയല്ലോ പൊട്ടത്തരമാണിത്. പിന്മാറിയോ ഇല്ലേ എന്ന് തീരുമാനിച്ചതിന് ശേഷമല്ലേ ഷിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ, ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് പ്രസക്തമായ ഒരു കാര്യം ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തപ്പോൾ വിവേകമില്ലാത്തവരെ പോലെ സംസാരിച്ച് സമയം കളഞ്ഞു ഈ കൊച്ചിയിലെ നിഷ്പക്ഷരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അവർക്ക് സത്യം മനസ്സിലായി പോകുമോ എന്ന പേടി കൊണ്ട് പിന്മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാൻ സാധ്യമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, പഴയ കാലത്തെ വാദങ്ങളിൽ നിന്ന് എത്രയോ പിന്മാറി. എത്രയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഒന്ന് പറയാ, ഖുനൂത്ത് എന്നത് ആദ്യം അവർ ഫിൽ അമലിയാത്തി എന്ന് പറയുന്ന അവരുടെ മദ്രസ പാഠപുസ്തകത്തിൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഓതുന്നത് പോലെ അതേ ഖുനൂത്ത് അത് സുബഹി നിസ്കാരത്തിൽ സുന്നത്താണെന്ന് കുട്ടികളെ പഠിപ്പിച്ചതായിരുന്നു. പിന്നീട് മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ആളുകൾ പ്രസംഗിച്ച് നടക്കുന്നത് വ്യഭിചാരത്തെക്കാളും കഠിന തെറ്റാണ് ഖുനൂത്ത് എന്നാണ്. ഇപ്പോൾ അവരുടെ സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി ജനങ്ങളോട് പറയുന്നത് അത് സുന്നത്തല്ല എന്നാണ്. അപ്പോ പ്രവർത്തകർ ചോദിക്കുകയാണ്, എന്നാ പിന്നെ ബിദ്അത്താണോ? ബിദ്അത്തും അല്ല. പിന്നെന്താണിത്? ഇന്ന് ശനിയാണോ? ഇന്ന് ശനിയാഴ്ച അല്ല. ഞായറാഴ്ചയാണ്? ഞായറാഴ്ചയല്ല. പിന്നെന്താ തിങ്കളാഴ്ചയാണോ? തിങ്കളാഴ്ചയല്ല. പിന്നെ ഏത് ദിവസമാണിത്? ഇതൊന്ന് തീരുമാനാക്കണ്ടേ? തീരുമാനാക്കാതെ പിന്നെ ഒന്നും അല്ലാത്തൊരു ദിവസം എന്ന് പറയാൻ പറ്റൂ? ഇല്ല. സുന്നത്തും അല്ല, ബിദ്അത്തും അല്ല, വാജിബും അല്ല, ഹലാലും അല്ല, ജായിസും അല്ല, ഹറാമും അല്ല. പിന്നെന്താ സാധനം? അപ്പോ തീരുമാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ നബിദിനം സുന്നത്തല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞവർ സുഹൈർ ചുങ്കത്തറ സുന്നത്താണെന്ന് വളരെ കൃത്യമായി എഴുതി. AP അബ്ദുൽ ഖാദർ മൗലവി എന്ന അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ അയാൾ പ്രവർത്തകർക്ക് കൊടുത്ത മറുപടിയാണ് രസം. അത് വളരെ വളരെ മോശമാണ്, അസംബന്ധമാണ്. ആ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ വിതരണം ചെയ്യരുത്. സ്വന്തം നേതാക്കളെ പറ്റി വലിയ നേതാവിന്റെ ഉപദേശമാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഉറൂസുകളിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് കഠിന ഷിർക്കാണ്, ഷിർക്കിന്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞവർ തന്നെ അതാ ഷെയ്ഖ് സായിദിന്റെ ഉറൂസിൽ നമ്മുടെ MM അക്ബർ മൗലവി പങ്കെടുക്കുകയും നന്നായി വിടുങ്ങുകയും ചെയ്തത് ചരിത്രം സാക്ഷിയാണ്. ഇങ്ങനെ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിഷ്പക്ഷരായ ഒരുപാട് പ്രവർത്തകർ ഏതൊരു പ്രവാചകന്റെ പിന്നിലും ഉണ്ടാകും. പിന്നീട് പുതിയ പുതിയ ആശയത്തിന്റെ ആളുകൾ കടന്നു വരും. അവരുടെ ഐഡന്റിറ്റി എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂൻ, ചെയ്യാത്തത് പറയുന്നവരാ. ഖുർആനിലേക്ക് വരണം എന്ന് പറയും, ചെയ്യുന്നത് വേറൊന്നായിരിക്കും. സുന്നത്തിലേക്ക് വരണം എന്ന് പറയും, ചെയ്യുന്നത് വഹാബി മതമായിരിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഖുർആനിലേക്ക് ക്ഷണിക്കുന്നു, പക്ഷെ മരിച്ചെടുത്ത ഖുർആൻ ഓതരുത്, മാതൃഭൂമിയാണ് നല്ലത് എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നു, പക്ഷേ അല്ല മലയാളി അല്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പഠിപ്പിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത്, ഫ്രാൻസിൽ നിന്ന് ഒരാൾ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ചാൽ അയാളെ മലയാളി അല്ല എന്ന് പറയുന്നത് അത് വിരോധമുണ്ടോ? എന്നാൽ ഇതുപോലെയാണ് അള്ളാന്റെ കാര്യം. അപ്പൊ അല്ല ഫ്രാൻസിൽ നിന്ന് വന്ന് മലയാളം പഠിച്ചതുപോലെയായി ഇപ്പൊ സംഭവം. ഇരിക്കട്ടെ, ഈ നിലയ്ക്ക് വിവേകശൂന്യമായ ഗുഡ്നസ് ഇല്ലാത്ത ഒരു വിവേകമില്ലാത്ത കുഞ്ഞിനെ പോലെ സംസാരിക്കുന്ന ഈ ഒരു പ്രതീകങ്ങളെയാണോ നാളെയുടെ മോക്ഷത്തിന്റെ മാനദണ്ഡമായി മുസ്ലിം ലോകം സ്വീകരിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഏതൊരു മുസ്ലിമിന്റെയും മർമ്മത്തിൽ തറക്കട്ടെ എന്നതിനാണ് ഈ ചർച്ച ഞങ്ങൾ നടത്തിയത്. മാത്രമല്ല, അവിടെ പരിപാടി കലക്കാനും ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയ പ്രഭാഷകൻ എന്ന് തെളിയിക്കാനും കായക്കൊടി എന്ന വീരൻ മൗലവി ശ്രമിച്ചു എന്ന് മാത്രമല്ല, അയാളുടേതായ മനസ്സിനൊത്ത് എഴുന്നേറ്റ് നിന്നങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. അയാൾ മനസ്സിലാക്കിയത് അയാളെ പ്രസംഗം തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ഞങ്ങൾ ഇരിക്കുന്ന, പക്ഷേ ആദർശത്തെ കുറിച്ചും ഇവരുടെ കാപ്പട്യങ്ങളെ കുറിച്ചും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഞങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ നൗഷാദ് ഹസനി അതേ സ്പോട്ടിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പ്രസംഗിച്ചു. ചരിത്രത്തിൽ ആദ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗം നടത്തിയിട്ട് കായക്കൊടിയുടെ മുന ഒടിച്ച് അവനെ അവിടെ ഇരുത്താനും ശേഷം സമ്മതിപ്പിച്ചതിന് ശേഷം പ്രസംഗം നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത ചരിത്രപരമായ
ശക്തമായ സംവാദത്തിന്റെ ഏറ്റവും വലിയ ദൃശ്യമാണ് കൊച്ചിയിൽ നിന്നിറങ്ങാൻ പോകുന്ന സീഡിയിൽ നിന്ന് ലോകത്തിന് കാണാനുള്ളത്. ഇത് ലോകത്തിന്റെ എല്ലാ കവലകളിലും പ്രദർശിപ്പിക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ചരിത്രത്തിൽ പല സംവാദങ്ങളും ഒരുപാട് ഖണ്ഡനങ്ങളും പലതും നടന്നിട്ടുണ്ട്. പക്ഷേ ഒരേ സമയം തന്നെ രണ്ടുപേരും പ്രസംഗിച്ച് ആദർശം പറഞ്ഞുകൊണ്ട് അവസാനം തോറ്റ് തുന്നം പാടിയിരുന്ന് പരാജയം സമ്മതിക്കുന്ന ഏക ചരിത്ര സംവാദമായിരുന്നു ഈ കൊച്ചിയിൽ ഇന്ന് നടന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നും അർഹമുർ റഹ്മാനായ റബ്ബ് നമ്മുടെ ഓരോ സംരംഭങ്ങൾ വിജയിപ്പിക്കട്ടെ. ഓരോ പ്രവർത്തകരിലേക്കും ഇതിന്റെ സന്ദേശങ്ങൾ എത്തിക്കാനും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ വ്യവസ്ഥ എഴുതിയിട്ട് പിന്നെ ഒരു ഡേറ്റിൽ സംവാദം നടക്കും എന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ലേ ഇല്ല. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് വ്യവസ്ഥകൾ എഴുതുകയും സംവാദത്തിന്റെ ദിവസം ഒരുങ്ങി തയ്യാറായി ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് വിളി വരുന്നത്, മൗലവി ദുബായിലാണ്, മൗലവി അപ്പടത്താണ്, മൗലവി കാശ്മീരിലാണ്, മൗലവി മധ്യപ്രദേശിലാണ് എന്നും പറഞ്ഞ് വിളി വരുന്നത്. എന്തേ അവരെ അറിയിക്കാതെയായിരുന്നോ ഒരു വ്യവസ്ഥ നടന്നത്? അല്ല, ദിവസം മടുക്കും തോറും സ്വപ്നത്തിൽ അതാ തട്ടി ഉണർത്തുകയാണ്, ഉറക്കം കിടത്തുകയാണ്. ആദർശം ഓരോ ഖണ്ഡനത്തിലൂടെയും സംവാദത്തിലൂടെയും തകർന്ന് തരിപ്പണമായി വഹാബിസം പിളർപ്പിന്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പിളർന്ന് 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 ഈ ലോകത്തിന് കാണാൻ കഴിയും അതിന് തീരെ ആദർശവുമായി ബന്ധമില്ല എന്ന്. മുസ്ലിമീങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുക, പാരമ്പര്യം കൈവിടാതെ മുറുകെ പിടിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വ്യവസ്ഥ ഇനി വ്യവസ്ഥാപിതമായിട്ട് തന്നെ ഈ ഒരു ചർച്ച നടക്കില്ല എങ്കിൽ ഇത് തന്നെ കൊച്ചിയിലുള്ള ആളുകൾക്കും ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും സംവാദമായി തന്നെ കാണാൻ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നിങ്ങനെ ഒരു ചർച്ച നടത്തിയത്. ജിന്നിനെ തൊടുന്നില്ല, ജിന്നിനെ പറയുമ്പോഴേക്ക്, പിശാചിനെ പറയുമ്പോഴേക്ക്, മലക്കിനെ പറയുമ്പോഴേക്ക് ഹനീഫ മൗലവിയുടെ നെഞ്ചിടിക്കുകയാണ്, അനസിന്റെ നെഞ്ചിടിക്കുകയാണ്. കാരണം അത് വഹാബിസത്തിന്റെ ആദർശത്തിൽ പിളർപ്പുണ്ടാക്കാൻ കാരണമായ വസ്തുക്കളാണ്. അതുകൊണ്ടൊരു വലിയ പേടിയുണ്ട്. അത് തൊടുമ്പോൾ സക്കരിയ സ്വലാഹിയും അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയും തുടങ്ങി ഒരുപാട് മൗലവിമാർ ഇസ്ലാമിക ബൗണ്ടറിക്ക് പുറത്തായി പോകുന്നു. പലരും മകത്താകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പലതും സംഭവിക്കുന്നു. അത് മൂന്നാം പിളർപ്പിലേക്കും തുടർന്നുള്ള പിളർപ്പുകളിലേക്കും കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് തൊടാൻ മടിക്കുന്ന ഒരു രംഗം ആ സംവാദത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി മുസ്ലിമീങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരക്കാരെ കുറിച്ച് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയാണ്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. കൈകൊണ്ട് അവരുമായി സമരത്തിന് സന്നദ്ധരാകാൻ സാധ്യമാകുമെങ്കിൽ അവൻ മുഅ്മിനാൻ എന്ന് പറഞ്ഞാൽ ആയുധമേധി അവരുമായി പോരാടുക എന്നല്ല, എഴുത്തിലൂടെ. അതുപോലെ തന്നെ അനാവശ്യം പറയുമ്പോ അരുതുമോനെ പറയല്ല, ഇസ്ലാമിന് ഘടകവിരുദ്ധമാണെന്ന് പറഞ്ഞ് തടുക്കാൻ സാധിക്കുന്നവൻ അവൻ മുഅ്മിനാണ്. അല്ല, ഇനി അവന് അതിന് സാധിക്കുന്നില്ലേ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അവൻ അതുമായി സമരം ചെയ്യണം, അത്തരം പ്രസ്ഥാനങ്ങളുമായി സമരം ചെയ്യണം, വെറുക്കണം എന്ന് പഠിപ്പിച്ചു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ആദർശമാണ് നമുക്ക് വലുത്, ആ ഹബീബാണ് നമുക്ക് വലുത്. ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു വിഷയം ആധികാരികമായി തന്നെ എത്തിക്കണം. അള്ളാഹു എത്തിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശംസയെന്നോണം നിങ്ങൾ അറിയിച്ചുകൊണ്ട്
ഈ മഹത്തായ സംരംഭത്തിൽ മണിക്കൂറുകളോളം ആ മഹത്തായ പ്രവർത്തനത്തിന് വേണ്ടി സർവസ്വവും ഒഴിഞ്ഞുവെച്ച് സന്നദ്ധനായ ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനിയെ എല്ലാവിധത്തിലും അഭിവാദ്യമർപ്പിക്കുകയാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇനിയും ആദർശത്തിന് ഇത്തരം ഒരുപാട് സംഭാവനകൾ ഇത്തരം ചർച്ചകളിലൂടെയും മറ്റും നൽകാൻ അല്ലാഹു അദ്ദേഹത്തിനും മറ്റ് സഹപ്രവർത്തകർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭം ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളോട് സഹായിച്ച, ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങളെ സഹായിച്ച എന്റെ മാന്യ പ്രവർത്തകരോട് എനിക്കതിയായ സ്നേഹമുണ്ട്, എനിക്കതിയായ അനുകമ്പയുണ്ട്. പടച്ച റബ്ബേ, നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണമേ. അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ അധ്വാനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണമേ. ഈ ഒരുമിച്ച് കൂടിയ സർവ്വ പ്രവർത്തകരിലും നീ ആയുരാരോഗ്യം നൽകി ദീനിന്റെ ഖിദ്മത്തിലായി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വാക്യം ചൊല്ലി സ്വർഗം പുൽകി മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.